ഹാപ്പിയാണ് എന്ന് പറയാം എനിക്ക് തീർച്ചയായിട്ടും. എന്നാൽ പൂർണ്ണമായിട്ടും ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് എനിക്ക് പറയാനും പറ്റില്ല. കാരണം സിനിമ ഒരിക്കലും എൻ്റെ പാഷനായിരുന്നില്ല. ഞാൻ ആഗ്രഹിച്ച് കാത്തിരുന്ന് സിനിമയിൽ വന്ന ഒരാളല്ല. സിനിമയിൽ വരിക എന്ന് പറയുന്നത് എൻ്റെ ഒരു യോഗമായിരുന്നതുകൊണ്ട് എങ്ങനെയൊക്കെയോ സിനിമയിൽ എത്തിപ്പെട്ട ഒരാളാണ് ഞാൻ. എൻ്റെ ഒരു ബേസിക് സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പൊതുവെ കുറച്ച് ഈ പരാജയപ്പെടുക, തോൽവി, ഇതൊന്നും വലിയ ആർക്കും ഇഷ്ടമല്ല. പക്ഷെ എന്നാലും എനിക്കത് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു വിഷയമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും എടുക്കുന്നൊരു മുൻകൂർ ജാമ്യം എന്നുള്ള പോലെ ഞാൻ എടുക്കുന്നൊരു കാര്യം, എനിക്ക് പറ്റും എന്നുള്ള സ്ഥലത്ത് മാത്രമേ ഞാൻ പോവുള്ളൂ. ഞാൻ തമിഴിലോ തെലുങ്കിലോ ഒന്നും പോയിട്ടില്ലല്ലോ, എനിക്ക് പറ്റില്ല അവിടെ ഒന്നും പോയി കഴിഞ്ഞാൽ. എനിക്ക് പറ്റും എന്നുള്ള സ്ഥലത്ത് എനിക്ക് പറ്റും എന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഞാൻ ചെയ്യുള്ളൂ. ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം ഞാൻ സിനിമയിൽ വന്നിട്ട് ആരും അറിയാതെ, ആരും എന്നെ തിരിച്ചറിയപ്പെടാതെ ഒന്നോ രണ്ടോ സിനിമയിൽ അഭിനയിച്ചിട്ട് മുങ്ങിപ്പോകുന്ന ഒരു 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 അവസ്ഥ എനിക്ക് വന്നില്ല. അല്ല, ഇത്രയും വർഷം നായികയായിട്ട് തന്നെ എത്ര വർഷമായി, ഇപ്പോൾ 10-12 വർഷമായിട്ട് നായികയായിട്ട് തന്നെ ഞാൻ നിൽക്കുന്നുണ്ട്. അതിനെ ഏറ്റവും ചുരുക്കി പറഞ്ഞ ദൈവാധീനം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇത് നമ്മളൊന്നും തീരുമാനിച്ചിട്ടല്ലല്ലോ ഒന്നും ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇപ്പം നേരത്തെ ചോദിച്ച പോലെ തന്നെ ഇനി ഒരിക്കലും സിനിമയിലേക്ക് തിരിച്ചു വരവ് ഉണ്ടാവില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് പോയ ഒരാളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതെവിടെയും. അതെനിക്കും എന്നെ അറിയാവുന്ന എൻ്റെ വീട്ടുകാർക്കടക്കം എന്നെ വളരെ ക്ലോസ് ആയിട്ടുള്ള എൻ്റെ സിനിമയിലെ വളരെ അപൂർവം ചില സുഹൃത്തുക്കൾക്ക് മാത്രം അറിയായിരുന്നു ഞാൻ ഇനി ഒരിക്കലും സിനിമയിലേക്ക് തിരിച്ചു വരില്ല എന്നുള്ളത്. കാരണം എൻ്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഓർമ്മയിൽ തുടങ്ങിയിട്ട് എൻ്റെ അമ്മയാണ്. എനിക്ക് അമ്മയെപ്പോലെ ആവുക, അമ്മയെപ്പോലെ. അമ്മ എന്നെയും എൻ്റെ ചേട്ടനൊക്കെ അതുപോലെയാണ് വളർത്തിയത്. അമ്മ ജോലിക്കൊന്നും പോവാതെ ഞങ്ങൾക്ക് വേണ്ടി ഏത് നേരം ഞങ്ങൾക്കുള്ള ഭക്ഷണമൊക്കെ അമ്മ തന്നെ ഉണ്ടാക്കി തന്നെ. അമ്മയുടെയും അച്ഛൻ്റെയും സ്നേഹം നല്ലോണം കിട്ടിയിട്ട് വളർന്ന കുട്ടികളാണ്. അതേ സമയത്ത് തന്നെ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെ ഇവരെണീക്കണതിന് മുന്നേ ജോലിക്ക് പോകണ അമ്മ. ജീവിതത്തിൻ്റെ പ്രശ്നം കൊണ്ടാവാം അങ്ങനെയുള്ളൊരു. അപ്പോൾ എനിക്ക് അതായിരുന്നു എൻ്റെ മനസ്സിൽ, അങ്ങനെ ഒരു ലൈഫായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ എനിക്ക് വിധിച്ചത് അങ്ങനെ ആയിരുന്നില്ല. ദൈവം, നമ്മളിപ്പോഴും യോഗം വിധി എന്നൊക്കെ പറയുന്നതിന് ഒരു എന്താ പറയുക, പല കാര്യങ്ങൾക്കും നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതെടുത്ത് പറയണ പോലെ ഞാൻ പറയുകയാണ് ഇവിടെയും. എനിക്ക് അങ്ങനെ ഒരു യോഗമുണ്ടായിരുന്നു എൻ്റെ ജാതകത്തിൽ. അങ്ങനെ ഒരു വിവാഹം, അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാണ്ടിരിക്കുക എന്നൊക്കെയുള്ളൊരു ഇതെൻ്റെ ജാതകത്തിൽ ഉണ്ടായിരുന്നിട്ടുണ്ടാവാം അങ്ങനെ. പക്ഷെ ഞാൻ ഒരിക്കലും വീണ്ടും തിരിച്ച് സിനിമയിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം സിനിമ എനിക്ക് അല്ലാണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കുറേ ആലോചിച്ചപ്പോൾ എനിക്ക് എൻ്റെ മുന്നിൽ വേറെ വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരുപാട് ഒരു പ്രൊഫഷണൽ കോഴ്സൊന്നും കഴിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയൊന്നും ആയിരുന്നില്ല. +2 പോലും കംപ്ലീറ്റ് ചെയ്ത ഒരാളായിരുന്നില്ല ഞാൻ. അപ്പോൾ എനിക്ക് എന്ത് ജോലി ചെയ്യാൻ പറ്റും അല്ലേ? എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് എന്ത് ജോലിയാണ് ചെയ്യാൻ പറ്റും? ഇനി അഥവാ ഞാൻ എന്തെങ്കിലും പഠിച്ചാൽ തന്നെ കേരളത്തിൽ എനിക്കൊരു ഓഫീസ് ജോലി പോലെ അങ്ങനെ പോകാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പോൾ എന്നെ പക്ഷെ ഒന്നിനും എൻ്റെ അച്ഛനമ്മയും നിർബന്ധിച്ചില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു, നിൻ്റെ ഇഷ്ടം, എല്ലാം നിൻ്റെ ഇഷ്ടത്തിന് ഞങ്ങൾ വിട്ടുതരാം. പക്ഷെ നീ ആലോചിക്കേണ്ട ഒരു കാര്യം, 50-55 വയസ്സൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇനിയിപ്പോൾ ഒന്നും ചെയ്യേണ്ട, വീട്ടിൽ വെറുതെ ഇരിക്കാമെന്ന് ചിന്തിക്കുക. പക്ഷെ അങ്ങനെ വെറുതെ ഇരിക്കേണ്ട ഒരു പ്രായമല്ല നിനക്ക്. ഇത് ആലോചിക്കുക, എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആലോചിക്കുക. ഒരിക്കലും വെറുതെ ഇരിക്കണ്ട എന്നുള്ളത് പറഞ്ഞു. എനിക്ക് സിനിമ എന്താ പറയുക, ദൈവത്തിന് അറിയായിരുന്നു ഞാൻ സിനിമ മതിയാക്കേണ്ട സമയം ആയിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നേരത്തെ ഉള്ളതിനേക്കാളും നല്ല രീതിയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ എന്നെ ആൾക്കാർ അപ്രോച്ച് ചെയ്യുന്ന രീതിക്കാണെങ്കിലും എനിക്ക് വരുന്ന കഥാപാത്രങ്ങളുടെ ഒരു മാറ്റം ഉണ്ടല്ലോ. ഇതിന് മുന്നേ ഉണ്ടായിരുന്നൊരു വരവും അതിന് ശേഷമുള്ള വരവിനും വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ അഭിനയിച്ച സിനിമകളുടെ ഇത് നോക്കിയാലും അവാർഡിൻ്റെ ഒരു കാര്യം നോക്കിയാലും ഒക്കെ എനിക്കിപ്പോൾ ഗദ്ദാമ എന്ന് പറയുന്ന സിനിമയ്ക്ക് തന്നെ 10-23 അവാർഡുകൾ എനിക്ക് ഒറ്റ സിനിമയ്ക്ക് ലഭിച്ചു. അപ്പോൾ അതെനിക്ക് കുറേ കൂടി ഉത്തരവാദിത്തത്തോടു കൂടി ഞാൻ ഇവിടെ ഇനിയും നിൽക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നത്തക്ക രീതിയിലായിരുന്നു എൻ്റെ അനുഭവങ്ങളെല്ലാം തന്നെ. പിന്നെ എന്നെ വളരെയധികം സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാർ എന്ന് വെച്ചാൽ അവരുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അത് എൻ്റെ എത്രമാത്രം സ്ട്രെങ്ത് ആയിരുന്നു ആ സമയത്ത് എന്നുള്ളത് അതൊരു അനുഭവിച്ച് എനിക്കത് പറയാനറിയില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ അത് എന്നെ തളർന്നു പോയ ഒരാളെ പിടിച്ചു നിർത്തണ അത്രയും ശക്തി ഉണ്ടായിരുന്നു ആ ഒരു സപ്പോർട്ടിന്.
അനുഭവങ്ങളാണല്ലോ എപ്പോഴും മനുഷ്യനെ മാറ്റുന്നത്. ഓരോരുത്തരുടെ അനുഭവങ്ങൾ വ്യത്യസ്തമാവുന്നതിനനുസരിച്ചിട്ട് എനിക്ക് ക്രിട്ടിക്കലായിട്ടുള്ള അനുഭവങ്ങളൊന്നും അതുവരെ ഇല്ല ജീവിതത്തിൽ എന്ന് തന്നെ പറയാം. കാരണം ഒന്നും ഒറ്റയ്ക്ക് ഫേസ് ചെയ്ത ഒരാളല്ല ഞാൻ. ജനിച്ചപ്പം മുതൽ സിനിമയിൽ വന്നപ്പം മുതൽ ഇടവും വലമായിട്ട് എൻ്റെ അച്ഛനും അമ്മയും എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ഒന്നും ഞാൻ ഒറ്റയ്ക്ക് ഫേസ് ചെയ്തിട്ടില്ല. എന്ത് കാര്യങ്ങളുണ്ട്, ഇപ്പോൾ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം 2-3 പടത്തിൻ്റെ ഡേറ്റ് തമ്മിൽ ക്ലാഷ് ആവുന്ന ഒരു പ്രശ്നം വന്നാലും അതെന്നെ ബാധിച്ചിട്ടില്ല. എൻ്റെ അച്ഛനും അമ്മയും എന്നെ അത് ബാധിക്കാൻ അനുവദിച്ചിട്ടില്ല. എന്താ പറയുക, ഇത്ര വരെ എത്തുള്ളൂ എൻ്റെ പ്രശ്നങ്ങളെല്ലാം. ഇവിടുന്ന് അങ്ങോട്ട് എൻ്റെ അച്ഛനും അമ്മയും അത് തടഞ്ഞു നിർത്തുമായിരുന്നു. അപ്പോൾ അത് നല്ലതായിരുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ അത് എന്നെ ഒരുപാട് കുഴപ്പമാക്കി. കാരണം ഒന്നും ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ഞാൻ ഒട്ടും ഇൻഡിപെൻഡൻ്റ് അല്ലാണ്ടായി. ഒരു കാര്യപ്രാപ്തി ഉണ്ടാവുക എന്ന് പറയില്ല, അതില്ലാത്ത പോലെ ആയിപ്പോയി എനിക്ക്. എന്തെങ്കിലും ഒരാൾ മോശമായിട്ട് പെരുമാറിയാൽ അതിനെങ്ങനെ പ്രതികരിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം എനിക്ക് എല്ലാ അച്ഛനും അമ്മയാണ്. ഞാനിപ്പോൾ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ഞാൻ ഏത് ഡ്രസ്സ് ഇടണം എന്നുള്ളത് എൻ്റെ അമ്മയോ അച്ഛനോ, അമ്മയാണ് കൂടുതൽ, അമ്മയാണ് എൻ്റെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുന്നത്. പെട്ടെന്നൊരു കുഴപ്പം പിടിച്ചൊരു സാഹചര്യത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അതിനെങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അതൊരു വലിയ പോരായ്മയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാലഘട്ടം, കുറച്ച് ചെറിയ കാലഘട്ടം എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്തോരം ആൾക്കാർ ഇപ്പോൾ വർഷങ്ങളോളൊക്കെ സഹിക്കുമ്പോൾ ഞാൻ കുറച്ച് മാസങ്ങൾ മാത്രമേ എനിക്ക് അങ്ങനെ ഒരു ഘട്ടം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ളൂ. പക്ഷേ നമുക്ക് അങ്ങനെ ചിലപ്പോൾ ഞാൻ ഉള്ളുകൊണ്ട് അത്രയൊന്നും സ്ട്രോങ് ആണോ അല്ലയോ എന്നൊന്നും എനിക്ക് തന്നെ തിരിച്ചറിയാൻ തക്ക സാഹചര്യങ്ങളൊന്നും ഫേസ് ചെയ്തിട്ടില്ല. ഞാൻ എത്രമാത്രം സ്ട്രോങ് ആണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനൊരു ഘട്ടം എൻ്റെ ജീവിതത്തിൽ വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അന്ന് എനിക്ക് ദൈവം തന്നൊരു ധൈര്യം, ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ തന്നൊരു ധൈര്യം, അവിടെയാണ് ഞാൻ എന്താ പറയുക, നമ്മളെ തന്നെ സ്വയം നമുക്ക് മനസ്സിലാവുന്നൊരു സമയമായിരുന്നു അത്. മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും. ഞാൻ കുറേ കൂടി മെച്യൂർഡായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ തന്നെ അനുഭവത്തിൽ. നേരത്തെ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും എനിക്ക് ഒറ്റയ്ക്ക് ഇപ്പോൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഒന്നും വേണ്ട, എൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ അത് നല്ലതോ ചീത്തയോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് എനിക്കുണ്ടായിരുന്നില്ല. അത് നോ പറയാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. അയ്യോ എങ്ങനെ ഇപ്പോൾ നോ പറയുക അവരുടെ അടുത്ത്. ഒരാൾ ഇഷ്ടപ്പെട്ടൊരു കഥ വന്ന് പറയുമ്പോൾ അയാൾ അത്രയും കാര്യമായിട്ട് അത് പറയുമ്പോൾ എങ്ങനെ മുഖത്ത് നോക്കിയിട്ട്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം അതിനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ കുറേ കൂടി ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കുറേയൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പലപ്പോഴും നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുമ്പോഴാണ് നേരത്തെ ഞാൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്നല്ല. പിന്നെ ആൾക്കാരെന്നെ പറയണം ഞാൻ കുറച്ച് മെച്യൂർഡായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ. എൻ്റെ ഒരു ജീവിതത്തിൽ മോശം ഘട്ടം എൻ്റെ ജനിച്ചെന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ ഇരിക്കണ നിമിഷം വരെ എനിക്ക് ഓർക്കാൻ ഞാൻ താല്പര്യപ്പെടാത്ത ഒരു ഘട്ടം എന്ന് പറയുന്നതൊക്കെ വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. അതിപ്പോൾ നമ്മൾ സംസാരിച്ച ആ ഒരു കാലഘട്ടം തന്നെയാണ്. പക്ഷെ ഞാൻ അതിനൊക്കെ വളരെ പ്രാക്ടിക്കലായിട്ട് കാണാൻ പഠിച്ചു എന്നുള്ളതാണ്. എന്നെ അത് തളർത്തിയിരുന്നു ഒരു സമയത്ത്. പക്ഷെ ഇപ്പം എനിക്കത് ധൈര്യമാണ്. ഇപ്പം അതെനിക്ക് എൻ്റെ ജീവിതം എനിക്ക് ജയിച്ച് കാണിക്കാനുള്ള പ്രചോദനമാണ് എനിക്കത്. ഒരിക്കലും എന്നെ ഒരു പരിധി കൂടുതൽ പ്രശ്നങ്ങളൊന്നും എന്നെ അങ്ങനെ തളർത്തില്ല. അതിനുള്ളൊരു ധൈര്യമുണ്ട്. പക്ഷേ ആൾക്കാരെ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ എല്ലാവരും വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരല്ലേ. തീർച്ചയായിട്ടും നമുക്ക് ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മോടൊപ്പം ആര് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ടതും ആൾക്കാരെ നമ്മൾ മനസ്സിലാക്കേണ്ടതൊക്കെ അങ്ങനെ തന്നെയാണ്. എനിക്ക് അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. സപ്പോർട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ട് എന്നെ വിളിക്കുക പോലും ചെയ്യാത്ത ആൾക്കാർ. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ മര്യാദകളും ഓരോരുത്തരുടെ താല്പര്യമാണത്. ഞാൻ ഒരാളുടെ പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ ഞാൻ വിളിക്കുന്നു വെച്ചിട്ട് എല്ലാവരും അങ്ങനെ ആവണമെന്നും എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ ശരിയാണ്, എനിക്ക് വളരെ കുറച്ച് സൗഹൃദങ്ങൾ മാത്രമേ സിനിമയിലുള്ളൂ. ബാക്കി എല്ലാവരും കൂടെ വൈരാഗ്യമോ ദേഷ്യമോ ഒന്നും ഉണ്ടായിട്ടല്ല ഞാൻ പറയുന്നത്. കണ്ടാൽ സംസാരിക്കും, അതിൽ കൂടുതലുള്ളൊരു ആത്മബന്ധമൊന്നും ആരുമായിട്ട് വയ്ക്കാറില്ല ഇപ്പോൾ. ഞാനും പൊതുവെ തന്നെയാണ് പറയണത്. മാധ്യമം എന്ന് പറയുന്നത് പത്രമാധ്യമമാണെങ്കിലും ദൃശ്യമാധ്യമമാണെങ്കിലും ശ്രവ്യമാധ്യമമാണെങ്കിലും ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തളർത്താനും ഉയർത്താനും പറ്റുന്നത് അവർക്ക് മാത്രമാണ്. നമുക്ക് എന്താ പറയുക,
മുന്നത്തെ പോലെ അല്ലല്ലോ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര അധികം ഇപ്പം നിങ്ങളുടെ ചാനൽസ് നോക്കുകയാണെങ്കിൽ എന്തോരം ചാനൽസ് അല്ലേ, എത്ര പത്രങ്ങൾ തന്നെ എന്തോരാണ്, ഫിലിം മാഗസീൻസ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മത്സരം ഉണ്ടാകുന്നുണ്ട്. ആർക്ക് ഒരു വാർത്ത വ്യത്യസ്തമായിട്ട് കൊടുക്കാൻ പറ്റും. ഒരു മാഗസീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഹെഡിങ് കുഴപ്പത്തിൽ കൊടുക്കും. പക്ഷെ നമ്മുടെ ആൾക്കാർ ഈ ഹെഡിങ് മാത്രമേ വായിക്കുള്ളൂ. മിക്ക ആൾക്കാരും അതിൻ്റെ അകത്ത് എന്ത് എഴുതിയിരിക്കണമെന്നുള്ളത് വായിക്കില്ല. അത് അവരുടെ ജോലിയുടെ ഭാഗം എന്നേ പറയാൻ പറ്റുള്ളൂ. അതിനിപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ജോലിയുടെ ഭാഗം, അവരുടെ മാധ്യമത്തിനെ നിലനിർത്തുക എന്നുള്ളത് അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തിയുടെയും ആവശ്യമാണ്. അവരുടെ ജീവിത പ്രശ്നമാണത്, അവരെ ജോലിയെ ബാധിക്കുന്നൊരു പ്രശ്നമാണത്. അതിന് അവർ നമ്മളെ ഉപയോഗിക്കുന്നു. പക്ഷെ അതേസമയത്ത് നല്ല കുറേ ഇൻ്റർവ്യൂസും അവർ നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലും അവർ പറയാറുണ്ട്, തളർത്തുന്ന രീതിയിലും ഉണ്ടാവാറുണ്ട്. രണ്ടിനും ഒരുപോലെ കാണാൻ പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ ഒന്നിനും പ്രതികരിച്ചിട്ടൊന്നും കാര്യമില്ല. ഇപ്പം എന്താ പറയുക, സങ്കല്പിക്കാനൊക്കെ സുഖമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ പേടിയാണ് ഇപ്പം എനിക്ക് അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല ഇപ്പോൾ, സത്യം പറഞ്ഞാൽ. ഇപ്പം എനിക്ക് എൻ്റെ ജോലി, ഞാൻ ഇനിയും കുറേ ഞാൻ പഠിക്കാനുണ്ട്. എൻ്റെ ജീവിതത്തിനെ കുറിച്ചിട്ടുമൊക്കെ ഞാൻ ഇനിയും കുറേ മനസ്സിലാക്കാനും പഠിക്കാനും ഉണ്ട്. അപ്പോൾ അതിനുള്ള ഒരു നമ്മളെന്താ പറയുക, നമ്മൾ സ്വന്തം കാലിൽ നിൽക്കണ ഒരവസ്ഥ സ്വയം ഉണ്ടാക്കുക എന്ന് പറയില്ലേ, അങ്ങനത്തെ ചിന്തയുള്ളൂ ഇപ്പോൾ. അല്ലാതെ ഒരു വിവാഹം അതിനൊക്കെ പറ്റിയിട്ടൊന്നും ഇപ്പം ഞാൻ മനസ്സിൽ പോലെ ആലോചിക്കുന്നില്ല. ഒരിക്കലുമില്ല. കാരണം ആ ഒരു വിഷയത്തിനെ പറ്റിയിട്ട് ഒരു ഉപദേശം കൊടുക്കാനുള്ള യോഗ്യതയുള്ള ഒരാളല്ല ഞാൻ. കാരണം അങ്ങനൊരു ലൈഫിൽ വിജയിച്ച് കാണിച്ചു കൊടുത്ത ഒരാളൊന്നും അല്ലല്ലോ ഞാൻ. പിന്നെ നമ്മൾ എനിക്ക് കല്യാണം, വിവാഹം, എന്താ പറയുക, ഈ വിവാഹ യോഗം എന്നൊക്കെയാണ് പറയുക അല്ലേ, അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ്. നല്ല വിവാഹം കിട്ടുക, നല്ല ഒരു വീട്ടിൽ ചെന്ന് കയറാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് വലിയ ഭാഗ്യമാണ്. അത് വളരെ അപൂർവം ആൾക്കാർക്കായിരിക്കും. ചിലരൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് ജീവിച്ചു പോവും കുട്ടികളായതിൻ്റെ പേരിൽ. പിന്നെ സമൂഹത്തിൻ്റെ മുന്നിൽ അങ്ങനെ ഒരു പ്രശ്നത്തിനൊന്നും പോകാൻ താല്പര്യമില്ലാത്തതിൻ്റെ പേരിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകണ എത്രയോ ആൾക്കാർ എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട്. എനിക്ക് വളരെ പേഴ്സണലായിട്ട് അറിയുന്ന, എന്നെ ഒരുപാട് എൻകറേജ് ചെയ്യും അവരിപ്പോൾ. നീ എടുത്ത ധൈര്യം എന്ന് പറഞ്ഞിട്ട്. കാരണം ഞാൻ വളരെ പെട്ടെന്നാണ് എൻ്റെ ജീവിതത്തിൽ ഞാനൊരു തീരുമാനം എടുത്തത്. അതിന് ധൈര്യമില്ലാതെ ഇന്ന് ജീവിതം മുഴുവൻ അനുഭവിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ വളരെ ചെറിയ ജീവിതമല്ലേ നമുക്കൊക്കെ ഉള്ളത്. എത്ര ചെറിയ ജീവിതമാണ്. ഒരു എന്താ പറയുക, ഈ ഇടിക്കണ സാധനം ഒന്ന് നിന്ന് കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ, അതിനെപ്പോൾ വേണമെങ്കിലും നിൽക്കാവുന്നതേ ഉള്ളൂ അല്ലേ. അപ്പം അത്ര കുറച്ചുള്ള ജീവിതം എന്തിനാ അങ്ങനെ വിഷമിപ്പിച്ചിട്ടും മറ്റുള്ളവരെ വിഷമിപ്പിച്ചിട്ടും നമ്മൾ സ്വയം നീറിയിട്ടും ജീവിച്ച് തീർക്കണം എന്തിനാ? മരിക്കാവുന്ന ആൾക്കാരല്ലേ, എപ്പോൾ വേണമെങ്കിലും മരിക്കാവുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. ഉള്ള ജീവിതം നന്നായിട്ട് ജീവിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ലൊരു ഞാൻ എന്താ പറയുക, ജീവിക്കാൻ കൊതിച്ചിട്ട് പോയ ഒരാളാണ്. കാരണം സിനിമയിൽ വന്ന കാലം മുതൽ എനിക്കൊരു നോർമൽ ലൈഫ് എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം പൂർണ്ണമായിട്ടും. കുട്ടിയായിരിക്കണ കാലം തുടങ്ങിയിട്ട് വന്നതുകൊണ്ട് എന്നും എവിടെയും, പ്രത്യേകിച്ച് എൻ്റെ നാട്ടിൽ സിനിമയൊന്നും ആയിട്ട് അങ്ങനെ ഒരു ബന്ധമുള്ള ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെറിയ വേഷം ചെയ്തിട്ടാണെങ്കിൽ പോലും ഞാൻ വളരെ ഫേമസ് ആയി പെട്ടെന്ന് എൻ്റെ നാട്ടിൽ. അതുകൊണ്ട് എവിടെ പോയാലും ഞാൻ എപ്പോഴും എനിക്കൊരു പ്രത്യേക പരിഗണന കിട്ടുക. അപ്പോൾ ചെറുപ്പം തുടങ്ങിയിട്ട് എന്നെ അങ്ങനെ എവിടെയും വിടാണ്ടായി. അങ്ങനെ ഒരു പിടിച്ച് കെട്ടിയിട്ട് ഇങ്ങനെ വളർത്തിയ പോലെ ആയിപ്പോയി എന്നെയൊക്കെ ചെറുപ്പത്തിൽ. അപ്പോൾ ഒക്കെ അമ്മ പറയും, നീ വലുതായിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ പോകുമ്പോൾ നീ നിൻ്റെ ഇഷ്ടത്തിന് നീ ജീവിച്ചോ. അപ്പോൾ ഭക്ഷണത്തിന് ഡയറ്റൊന്നും വേണ്ട, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, ഇമേജിനെ പേടിച്ചിട്ട് ജീവിക്കേണ്ട. നമ്മളെ തിരിച്ചറിയാത്ത കുറേ ആൾക്കാരുടെ കൂടെ വളരെ സാധാരണക്കാരിയായിട്ട് ജീവിക്കാം. അന്നായിരിക്കും ഞാൻ ചിലപ്പോൾ എൻ്റെ ജീവിതം ഞാൻ ആസ്വദിക്കുന്നത്. അന്നായിരിക്കും. ഇത്ര വരെ നമ്മൾ എന്തിനും പേടിച്ചിട്ടല്ലേ. ഞാൻ ഇപ്പം ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പേടിച്ചിട്ടാണോ? എവിടെയാണ് ക്യാമറ വെച്ചിരിക്കണമെന്ന് പറയാൻ പറ്റില്ല. മൊബൈൽ ക്യാമറ ഇന്ന് എവിടെയും എപ്പോഴും നമ്മളെ പിന്തുടരുന്നുണ്ടാവാം. ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു മീഡിയയുടെ മുന്നിലിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ശ്രദ്ധിക്കണം, അഭിനയിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഇടയിലൊക്കെ ചിലപ്പോൾ മോശമായിട്ടുള്ള കമൻസ് വരാം, മോശമായിട്ടുള്ള പെരുമാറ്റം വരാം. ഇതിനൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ അതിനോട് പ്രതികരിക്കാൻ പറ്റണം. എന്നും ഒരു കിടന്നുറങ്ങുന്നൊരു സമയമല്ലാതെ എണീക്കുമ്പം തുടങ്ങിയിട്ട് നമ്മളല്ലാതാവുക ചെയ്യണത്. പലപ്പോഴും എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാനല്ലാണ്ടാവുകയാണ്. എന്താണ് ഞാൻ എന്നുള്ളൊരു ചോദ്യത്തിന് എനിക്ക് തന്നെ ചിലപ്പോൾ ഉത്തരം കിട്ടാറില്ല. ഇങ്ങനെയാണോ ഞാൻ? ഇങ്ങനത്തെ ഒരു സ്വഭാവം എനിക്കുണ്ടോ? അതോ ഇത് എനിക്ക് അഭിനയിച്ചിട്ട് അങ്ങനെ വന്നു പോയതാണോ?
അന്ന് അതങ്ങനെ കുട്ടിപ്രായത്തിൽ അങ്ങനെ ആയതുകൊണ്ടുള്ള നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അപ്പം അങ്ങനെ ഇപ്പോൾ ജീവിതത്തിൽ ഞാൻ എവിടെ വന്ന് നിൽക്കുന്നു അല്ല, എന്തൊക്കെയോ ആഗ്രഹങ്ങളൊക്കെ വേണം. എൻ്റെ ആഗ്രഹം, ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ വലിയ വലിയ കാര്യങ്ങളോ സാധിക്കാത്ത കാര്യങ്ങളോ ഒന്നും ഞാൻ ആഗ്രഹിക്കാറില്ല. എനിക്ക് പറ്റും തോന്നണ കാര്യം അത് വളരെ ജെന്യുവനായിട്ടുള്ള ഒരു റീസൺ ആണെങ്കിൽ അതിന് വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ടേ ഞാൻ ആഗ്രഹിക്കാറുള്ളൂ. അല്ലാതെ ഒരു കള്ളത്തരത്തിന് വേണ്ടിയിട്ടോ ആരെയും വിഷമിപ്പിച്ചിട്ട് എന്തെങ്കിലും നേടിയെടുക്കണമെന്നുള്ളൊരു ദുശാഠ്യമൊന്നും ഉള്ള ആളല്ല ഞാൻ. എനിക്കൊരു കാര്യത്തിനോട് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ മാറി നിന്നിട്ട് അതിനെ ഇഷ്ടപ്പെടുകയുള്ളൂ. ഞാൻ ആരിൽ നിന്നും എനിക്കത് നേടിയെടുക്കണം എന്നുള്ളൊരു വാശിയോ അതൊന്നും കാണിച്ചിട്ടില്ല ഞാനങ്ങനെ ജീവിതത്തിൽ. അപ്പോൾ എനിക്ക് ഉപദേശമൊന്നും കൊടുക്കാനോ പറയാനോ ഒന്നുമില്ല. ഇതൊക്കെ ഇവിടെ വരച്ചിരിക്കണ വര പോലെ നമ്മളെങ്ങനെ നിന്നാലും എന്തൊക്കെ നല്ല രീതിയിൽ നിന്നാലും ഒരു വര ഇവിടെ വരച്ചിട്ടുണ്ട്, അതുപോലെ വരുള്ളൂ ജീവിതത്തിൽ. സ്വാഭാവികമായിട്ട് ഉണ്ടാവാമല്ലോ, കാരണം നമ്മുടെ അനുഭവമല്ലേ നമ്മളെപ്പോഴും. അപ്പോൾ എനിക്ക് അങ്ങനൊരു ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കാത്തത് അതുകൊണ്ടാണ്. ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് സിനിമകൾ ചെയ്യാന്നുള്ളൊരു ലക്ഷ്യമൊന്നുമില്ല. എനിക്ക് കുറച്ച് നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം എന്നേ ഉള്ളൂ. ഞാൻ സിനിമയുടെ എണ്ണം വളരെയധികം കുറച്ചു. ഈ വർഷം എൻ്റേതായിട്ട് 2 സിനിമകൾ മാത്രമേ ഇറങ്ങുള്ളൂ. ഞാനൊരു വർഷം 2-3 സിനിമകൾ മാത്രമേ ഇനി ചെയ്യുള്ളൂ എന്നാണ് എൻ്റെ മനസ്സിൽ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ മാത്രം ചെയ്താൽ മതി. അല്ലാത്ത സമയം എനിക്ക് വേണ്ടി ഞാൻ എപ്പോഴെങ്കിലും സമയം കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് ഞാൻ ഈ വർഷം മുതൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഞാൻ എനിക്ക് വേണ്ടി സമയം കണ്ടെത്താൻ തുടങ്ങി. ഞാൻ +2 എഴുതി, അതിൻ്റെ ഇടയിൽ +2 എഴുതി പാസ്സായി. ഒരു മാസം കൊണ്ടാണ് ഞാൻ പഠിച്ചത്. 2 വർഷത്തേതാണ് ഞാൻ പഠിച്ചത് ഒരുമിച്ചിട്ട്. 11th 12th ഒരുമിച്ചിട്ടാണ് ഞാൻ ഒരു മാസം കൊണ്ട് പഠിച്ചിട്ട് എനിക്ക് 55% മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു മാസത്തെ പഠിത്തത്തിൻ്റെ പേരിൽ. പിന്നെ ഞാൻ BCom ജോയിൻ ചെയ്തു. ഫസ്റ്റ് ഇയർ എക്സാമാണ്, അതെനിക്ക് എഴുതണം. എല്ലാം എഴുതാൻ പറ്റിയില്ലെങ്കിൽ അറ്റൻഡ് ചെയ്ത് പോകണം എന്ന് എനിക്കുണ്ട്. പിന്നെ ജീവിതത്തിൽ ഇതുവരെ കടന്നു ചെന്നിട്ടില്ലാത്ത കുറേ മേഖലകളിലൂടെ കടന്നു ചെല്ലണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കോഴ്സിന് ഒരു കേക്കിൻ്റെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു, ഐസിങ്ങിൻ്റെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു, 3 ദിവസത്തെ. അതിന് പോയി ചേർന്നു. അങ്ങനെ പലതരത്തിലുള്ള കേക്കുകൾ ഉണ്ടാക്കാൻ പഠിച്ചു. അതൊക്കെ എനിക്ക് സ്വന്തം സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്, എനിക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളാണ് അതൊക്കെ. ഇനി കുക്കിംഗ് ക്ലാസ് ഉണ്ട്, അതിന് പോകണം. ഇനി ഈ ക്യാൻഡിൽ മേക്കിംഗ് അങ്ങനത്തെ ഒക്കെ കുറേ ക്ലാസ്സുകളുണ്ട്. അതൊക്കെ ഈ കുറച്ച് ദിവസം അടുപ്പിച്ച് കിട്ടിയാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ കിട്ടൂല്ലല്ലോ, നമുക്കൊന്ന് അടുപ്പിച്ചിട്ട് ഒരു 5-8 ദിവസമൊന്നും ഒരിക്കലും പൂർണ്ണമായിട്ടും കിട്ടില്ല. അപ്പോൾ അങ്ങനെ പോകണം. കുറച്ച് യാത്രകൾ പോകണം. കുറേ മനസ്സിൽ ആഗ്രഹിച്ച കുറേ അമ്പലങ്ങളുണ്ട്. എനിക്ക് മധുരയിൽ പോകണം, എനിക്ക് കൈലാസത്തിൽ പോകണം. അങ്ങനെ കുറേ ആഗ്രഹങ്ങളുണ്ട് എൻ്റെ മനസ്സിൽ. എൻ്റെ ആഗ്രഹത്തിനൊക്കെ ഞാൻ വില കൊടുക്കാൻ തുടങ്ങിയത് ഈ വർഷം തുടങ്ങിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വളരെ സെലക്റ്റീവായിട്ട്, വളരെ സെലക്ട് ചെയ്തിട്ടുള്ള കഥകളിൽ നിന്നും സെലക്ട് ചെയ്തിട്ട് സിനിമകൾ ചെയ്യുക. ബാക്കി സമയം അല്ലാതെ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഒരിക്കലുമില്ല, പരിഭവമൊന്നുമില്ല. അത് എന്താ പറയുക, ആ സമയത്ത് നമ്മളിങ്ങനെ എൻ്റെ 2 പടം അയച്ചിട്ടുണ്ടായിരുന്നു ഈ വർഷം സ്റ്റേറ്റ് അവാർഡിന്. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്കും വെള്ളരിപ്രാവിൻ്റെ ചങ്ങാതിയും അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല കഥാപാത്രമായിരുന്നു 2 പടത്തിലുള്ള. അപ്പോൾ സ്വതവേ എല്ലാവരും പറയുമല്ലോ, കാവ്യയ്ക്ക് ഇങ്ങനൊരു സാധ്യത ഉണ്ടാവും കേട്ടോ, ചിലപ്പോൾ 2 നല്ല കഥാപാത്രമാണ്. പിന്നെ ഇങ്ങനെ ഓരോന്നും അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങളായിരുന്നു. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും അമിതമായിട്ട് വിഷമിക്കാറുമില്ല, അമിതമായിട്ട് സന്തോഷിക്കാറുമില്ല. ഒരു ലിമിറ്റ് എപ്പോഴും എനിക്ക് വെക്കാൻ അറിയാം. പക്ഷേ അന്നത്തെ ദിവസം എന്തായിരുന്നു വെച്ചാൽ, ഞാൻ എഴുതിയ പാട്ടുകളുടെ ഒരു പാട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവസമായിരുന്നു, ഈ അനൗൺസ്മെൻറ്റ് ദിവസം. അന്നൊരു 5-6 ചാനലുകാർ ലൈവ് ആയിട്ട് എൻ്റെ ബൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്കാണ് അവാർഡ് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കന്ന് തലേന്ന് മുതൽ എനിക്കിങ്ങനെ മെസ്സേജസും കോൾസൊക്കെ വന്നു തുടങ്ങി. എനിക്ക് രാവിലെ ആയപ്പോൾ എനിക്ക് ഉറപ്പിച്ചു എന്നുള്ള പോലെ എനിക്ക് അത് വളരെ എന്താ പറയുക, അങ്ങനെ കുറേ ആൾക്കാർ എന്നെ വിളിച്ചിട്ട് കൺഗ്രാറ്റ്സ് പറഞ്ഞു. ഇത്തിരി നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കിട്ടില്ലല്ലോ കാവ്യന, ഒരുപാട് ആൾക്കാർ അനൗൺസ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തിരക്കാവില്ലേ, അതുകൊണ്ടാണ് എന്നിട്ട് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പേ വിളിച്ചത്, 3ാമത്തെ തവണയും കിട്ടിയില്ലേ, ഭാഗ്യമായില്ലേ എന്നൊക്കെ പറഞ്ഞ്
കുറച്ച് കഴിയുമ്പോൾ 10-11:30 ആകുമ്പോൾ ഓരോരോ ചാനലുകാരായിട്ട് വന്ന് കുറച്ച് കഴിയുമ്പം ആ ലൊക്കേഷനിൽ ഫുൾ ചാനലുകാരും ക്യാമറയും ഒക്കെ ആയിട്ട് എൻ്റെ ബൈറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാവർ, എനിക്ക് അവാർഡ് കിട്ടിയതിനുള്ള സന്തോഷം. അപ്പോൾ എന്തോ ഒരു ഭാഗ്യത്തിനാണ് ഞാൻ ബൈറ്റ് കൊടുക്കാതിരുന്നത്. ഞാൻ പറഞ്ഞത് ദൈവത്തിന് നിരക്കാത്തതല്ലേ, നമ്മൾ ഈ അനൗൺസ് ചെയ്യണതിന് മുന്നേ ഒക്കെ കയറിയിട്ട് അവാർഡ് കിട്ടിയതിൽ സന്തോഷമുണ്ട്, എല്ലാവർക്കും നന്ദി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എനിക്കതൊരു സുഖം തോന്നണില്ല. അതെയല്ലേ, എന്നാൽ പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാമല്ലോ, 1 മണിക്ക് അനൗൺസ് ചെയ്യും. എന്നിട്ട് 1:15 വരെ അവർ വെയിറ്റ് ചെയ്തു. നന്നായില്ലേ ബൈറ്റ് കൊടുക്കാതിരുന്നത്? ബൈറ്റ് കൊടുത്തിരുന്നെങ്കിൽ അയ്യോ എന്ത് മോശമായി പോയതിനെ ബൈറ്റ് കൊടുത്തിരുന്നെങ്കിൽ. ഇൻ്റർനെറ്റ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല ഞാൻ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാറുണ്ട്, ഞാൻ മെയിൽ ചെക്ക് ചെയ്യാറുണ്ട്. എനിക്ക് മെയിൽ അയക്കേണ്ട സമയത്ത് ഞാൻ, അല്ലാതെ വെറുതെ ഈ സോഷ്യൽ നെറ്റ്വർക്കിലൊക്കെ കയറി പിന്നെ അവിടെ ഇവിടെയൊക്കെ മെസ്സേജ് അയച്ച് പുതിയ ഫ്രണ്ട്സിനെ കണ്ടുപിടിച്ച് അതിൽ പ്രശ്നമാക്കിയിട്ട് പിന്നെ ചീത്ത അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് അതിനൊന്നും ഒരു താല്പര്യമില്ലാത്ത ഒരാൾ. എന്തിനാ അത്? ആവശ്യത്തിലേറെ പ്രശ്നങ്ങൾ ആലോചിക്കാനും സോൾവ് ചെയ്യാനും നമുക്ക് തന്നെ ഉണ്ടാകുമ്പോൾ അതിൽ പോയി ഇരുന്നിട്ട് പിന്നെ ഈ പറയണതിലൊക്കെ പോയി ഇരുന്ന് എൻ്റെ പേര് കഷ്ടപ്പെട്ട് ടൈപ്പ് ചെയ്തിട്ട് കമൻസ് വായിക്കുമ്പോഴല്ലേ എനിക്ക് എന്നെ പറ്റിയിട്ട് എഴുതിയത് കാണാൻ പറ്റുള്ളൂ. എന്തിനാ പോയിട്ട് ഇരിക്കണത്? ഇരിക്കണ്ട. ഇപ്പം ഞാൻ പ്രതികരിച്ചത് കൊണ്ടോ ഞാൻ ഇതിൻ്റെ പേരിലൊരു കേസ് ഫയൽ ചെയ്തിട്ട് ആരാണ് ചെയ്തത് വെച്ചാൽ അവരെ പിടിച്ചത് കൊണ്ടോ ഇതിന് മാറ്റം ഉണ്ടാവുമോ? അയാൾ തന്നെ നാളെ വേണമെങ്കിൽ ഇത് ചെയ്യും, വേറെ പേരിൽ വേറെ ഐഡിയ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട്. ഇതൊരു ജോലിയായിട്ടുള്ള ആൾക്കാരുണ്ട്, ഇതൊരു ജോലി ആക്കിയിട്ടുള്ള ആൾക്കാരുണ്ട്. രാവിലെ എണീറ്റ് ഉടനെ ഇൻ്റർനെറ്റൊക്കെ തുറന്നിട്ട് ഇന്ന് ആരെ പറ്റി എഴുതാം, എന്തെങ്കിലുമൊക്കെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള. ഇപ്പോൾ പല കാര്യങ്ങളിലും നമ്മുടെ ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ സമൂഹം ഇങ്ങനെ പല കാര്യത്തിൽ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുക അല്ലേ. എന്താ നമ്മുടെ ആൾക്കാർക്ക് പറ്റണത്? എന്താ നമ്മുടെ ഒരു കുട്ടികൾക്ക് എന്താ പറ്റണത്? കാരണം ചിന്താഗതികളൊക്കെ ഭയങ്കര ഒരു മനുഷ്യത്വത്തിനൊക്കെ അതീതമായിട്ട് ഭയങ്കര ഒരു മൃഗീയമായിട്ടുള്ളൊരു ചിന്ത, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമെന്ന് തോന്നണം. ഒരാളെ വിളിക്കണ പേരടക്കം അങ്ങനെയൊക്കെ ഒരു സ്ത്രീനെ വിളിക്കാൻ പറ്റുമോ നമുക്ക് ചിന്തിക്കാം, അങ്ങനെയൊക്കെ ഉപയോഗിച്ച് തുടങ്ങി. പക്ഷെ ഇത്തരത്തിലൊക്കെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരു എന്താ പറയുക, പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാരായി തുടങ്ങിയിരിക്കുന്നു നമ്മുടെ ആൾക്കാർ. എന്ത് മാത്രം മനസ്സിലും ഒന്നിലും ചിന്തിക്കാത്ത ഓരോ കാര്യങ്ങൾ കഥ പോലെ ഉണ്ടാക്കിയിട്ടൊക്കെ ഇൻ്റർനെറ്റിലിടുക, അത് ഷെയർ ചെയ്യാൻ പിന്നെ കുറേ ആൾക്കാർ. അത് അവരുടെ ജോലി. എൻ്റെ ജോലി അതല്ല. എനിക്കതൊന്നും വായിച്ചിട്ട് നോക്കിയിരുന്നിട്ട് മനസ്സ് വിഷമിക്കാനുള്ള സമയം എനിക്കില്ല. എനിക്ക് എൻ്റെ വളരെ നല്ലൊരു ജോലി എനിക്കിപ്പുറത്തുണ്ട്, അതെൻ്റെ ജോലിയാണ്. ഞാൻ അതുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്, സിനിമ കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് പ്രേക്ഷകരുടെ സ്നേഹം, സപ്പോർട്ട് വളരെ ആവശ്യമുണ്ട്. അതെല്ലാവരോടും എനിക്ക് അഭ്യർത്ഥിക്കാനോ തരാനോ ഒന്നും പറയാൻ പറ്റില്ല. എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് കുറേ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും കാലം ഇവിടെ നിന്നത്. അല്ലാതെ എനിക്ക് 2 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് കൊണ്ടോ എനിക്ക് ഇത്രയധികം സിനിമകൾ, കുറേ ഹിറ്റ് സിനിമയിൽ അഭിനയിച്ചത് കൊണ്ടോ ഒന്നുമല്ല. ഒരിഷ്ടം, ഒരു സ്നേഹം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഏറ്റവും വലിയ അംഗീകാരം പ്രേക്ഷകരുടെ കയ്യിൽ നിന്ന് കിട്ടേണ്ടതാണ്. എനിക്ക് നല്ല വശങ്ങൾ, ഞാൻ ദൈവത്തെ ഒരുപാട് ഭയക്കുന്ന ഒരാളാണ്. ദൈവത്തിന് നിരക്കാത്തത് ഞാൻ ചെയ്യാറില്ല. എൻ്റെ പോളിസിയാണത്. ദൈവത്തിനെ മുൻനിർത്തിയിട്ട് മാത്രമേ എൻ്റെ ജീവിതത്തിലുള്ള എന്ത് കാര്യമാണെങ്കിലും, ഇപ്പോൾ ഇൻ്റർവ്യൂവിന് ഞാൻ ഇരിക്കുമ്പോൾ പോലും ഞാനൊന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം എനിക്ക് നിങ്ങൾ എന്ത് ചോദ്യം ചോദിക്കണമെന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾ അപ്പോൾ ചോദിക്കണേല്ല ഞാൻ ഉത്തരം പറയണത്. അപ്പോൾ എനിക്ക് ആ പറയാനുള്ളൊരു ധൈര്യം, എനിക്ക് പറയാനുള്ള ആ സമയത്ത് ആ ഉത്തരം പറയാനുള്ള ഒരു അപ്പം പറയേണ്ടത് അപ്പം പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അന്നേരം ഇത് പറയായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തിനും ദൈവത്തെ കൂട്ടുപിടിക്കുന്ന ഒരാളാണ് ഞാൻ. അതെൻ്റെ വലിയൊരു ശക്തിയാണ്, ദൈവത്തിനെ കൂട്ടുപിടിക്കുക എന്നുള്ളത്. പിന്നെ ഞാൻ വളരെ എന്ത് കാര്യം ചെയ്യുമ്പോഴും നല്ലോണം ആലോചിച്ച് കണ്ടിട്ടൊക്കെ ആണ് ഒരു തീരുമാനം ഞാൻ എടുക്കുന്നത്. എനിക്ക് തോന്നുന്നൊരു പക്ഷേ ഇപ്പം എന്നെ എല്ലാവരും മണ്ടിയാണ്, ബുദ്ധിയില്ല എന്നൊക്കെ പറയുമെങ്കിലും ബുദ്ധിയില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ഇത്രയും വർഷമൊന്നും ഒരു ഫീൽഡിൽ നല്ല രീതിയിൽ നിൽക്കാൻ പറ്റില്ല. ഞാൻ ആൾക്കാരോട് പെരുമാറുന്ന രീതിയാണെങ്കിലും, ഞാൻ അപ്രോച്ച് ചെയ്യുന്ന രീതിയാണെങ്കിലും, എന്നെ അപ്രോച്ച് ചെയ്യുന്ന രീതിയാണെങ്കിലും, ഒരു കഥാപാത്രത്തെ തിരഞ്ഞെടുക്കുന്ന രീതിയാണെങ്കിലും
ഒക്കെ ഞാൻ വളരെ ആലോചിച്ചും കണ്ടിട്ടെടുക്കുന്ന തീരുമാനമാണ്. അപ്പം അതൊക്കെ എനിക്ക് ഗുണമായി. പിന്നെ ഇതൊക്കെ നല്ലതായിട്ട് വരുമ്പോഴല്ലേ ഇതൊക്കെ ഗുണമാവുന്നത് അല്ലേ. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എനിക്ക് ദോഷവും എനിക്ക് സിനിമയില്ലാത്ത അവസ്ഥയും ഞാൻ ഈ സിനിമയിലേ ഇല്ലാത്ത ഒരു സാഹചര്യമൊക്കെയാണ് വന്നെങ്കിൽ ഇതൊന്നും പോസിറ്റീവ് ആവില്ല. ഇതിൻ്റെയൊക്കെ റിസൾട്ട് പോസിറ്റീവ് ആയതുകൊണ്ടല്ലേ ഇതും പോസിറ്റീവ് ആവുന്നത്. ഞാൻ ഭയങ്കര ദേഷ്യക്കാരിയാണ്. നല്ല ദേഷ്യം പെട്ടെന്ന് വരുന്ന ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് എന്തോരാൾക്കാർ ഇപ്പോൾ കാവ്യം ഭയങ്കര ജാടയാണ്, ഫോട്ടോ എടുക്കാൻ ചോദിച്ചിട്ട് സമ്മതിച്ചില്ല എന്നൊക്കെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ എൻ്റെ അടുത്ത് നന്നായിട്ട് പെരുമാറുന്ന ആൾക്കാരോട് ഞാൻ നന്നായിട്ട് പെരുമാറുള്ളൂ. എൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയ ഒരാളോട് ഞാൻ ഒരിക്കലും നന്നായിട്ട് പെരുമാറാൻ ശ്രമിക്കാറില്ല. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. പിന്നെ നമുക്ക് ജാട വരണത് എപ്പോഴാണ്, അല്ലെങ്കിൽ അവർക്ക് നമ്മളോടുള്ള ഇഷ്ടം കുറയണത് എപ്പോഴാണ്? അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് നിൽക്കാതെ വരുമ്പോൾ അല്ലേ. അപ്പോൾ അവരൊരു മൊബൈൽ ക്യാമറ എടുത്തിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ എനിക്ക് ഫോട്ടോയിൽ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ, ഈ ഫോട്ടോ എടുക്കാന്ന് വെച്ചാൽ വെറുതെ എടുക്കലല്ലോ. ഇവർ ഉടനെ ഈ സോഷ്യൽ നെറ്റ്വർക്കിൽ അത് കയറ്റി വിടുക, പിന്നെ അതിന് കമൻസ് ചെയ്താൽ കുറേ ആൾക്കാർ. എനിക്കിതിലൊന്നും താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഫോട്ടോ എടുക്കുന്ന ആൾ തന്നെയാണ്. പക്ഷെ ഞാനൊരിക്കലും ഇത് ഇങ്ങനെയൊന്നും ഉപയോഗിക്കാറൊന്നുമില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ എൻ്റെ പേഴ്സണൽ ഒരു ഫോൾഡറാക്കിയിട്ട് അതിനകത്ത് സൂക്ഷിച്ച് വയ്ക്കുമെന്നല്ലാതെ. അപ്പം അങ്ങനെ ഉണ്ടാവാം ചിലപ്പോൾ. ചില സമയത്ത് ദേഷ്യത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വിഷമാവാറുണ്ട്. അയ്യോ, അത് ഞാൻ അന്ന് കുറച്ചും കൂടി അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില സാഹചര്യങ്ങൾ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു സാഹചര്യം ജീവിതത്തിൽ വേണ്ടായിരുന്നു. അത് ഞാൻ കുറച്ചും കൂടി ഒന്ന് ആലോചിച്ചിട്ട് കുറച്ചും കൂടി ഒരു ക്ഷമയോട് കൂടിയിട്ട് ഒന്നും കൂടി ക്ഷമയോട് കൂടിയിട്ട് തീരുമാനം എടുത്തിരുന്നെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഫേസ് ചെയ്യേണ്ടി വരില്ലായിരുന്നു. ചിലപ്പോൾ സിനിമകളാണെങ്കിലും ചില സിനിമകൾ ഒരിക്കലും നമുക്ക് ചെയ്ത് കഴിഞ്ഞത് ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ സിനിമ ഞാൻ എന്തിനായിരുന്നു അന്നത് ചെയ്യണ്ടായിരുന്നു, ഒന്നും കൂടി ഞാൻ അവരോടത് സമയമൊക്കെ ചോദിച്ചിട്ട് തീരുമാനം എടുക്കാൻ എനിക്ക് സമയം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നാച്ചുറലി അത് വേണമല്ലോ. എല്ലാം തിരിഞ്ഞു നോക്കുമ്പോൾ വിജയങ്ങൾ മാത്രം, ഒന്നുമില്ല തിരുത്താൻ, എല്ലാം ശരി മാത്രം ഒന്നും ഒരിക്കലും തോന്നാൻ പാടില്ല. തെറ്റും തിരുത്തലൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ ഇങ്ങനെ എന്താ പറയുക നന്നാവുള്ളൂ നമ്മൾ. അങ്ങനെ പ്രത്യേക ലക്ഷ്യമൊന്നുമില്ല. ലക്ഷ്യമൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നുമില്ല ഇപ്പോൾ. ലക്ഷ്യമൊക്കെ ഇനിയും അങ്ങനെ ലക്ഷ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ നന്നായിട്ട് ജീവിക്കുക, ഉള്ളിടത്തോളം കാലം സന്തോഷത്തോടെ, മനസ്സിനെ അധികം വിഷമിപ്പിക്കാത്ത രീതിയിൽ എനിക്ക് സന്തോഷം വേണം, അത്രേ ഉള്ളൂ. അല്ലാതെ സ്വയം വിഷമിച്ചിട്ട് മറ്റുള്ളവരുടെ സന്തോഷത്തിന് ഞാൻ കുറേ ഇമ്പോർട്ടൻസ് അധികം കൊടുത്തിരുന്നു കുറേ കാലം വരെ. അപ്പം അങ്ങനെയല്ല, ഞാൻ എൻ്റെ സന്തോഷത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് നന്നായിട്ട്. അപ്പം എനിക്ക് എൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് എൻ്റെ ജീവിതത്തെക്കുറിച്ചിട്ട്. അതിപ്പോൾ ആര് ശരിയെന്ന് പറഞ്ഞാലും ആര് തെറ്റെന്ന് പറഞ്ഞാലും എൻ്റെ ശരിയാണ് എൻ്റെ ശരി. ഞാൻ അതനുസരിച്ചിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. സിനിമയാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ മാത്രം ഞാൻ ചെയ്യുന്നു. അല്ലാത്ത സമയം ഞാൻ എൻ്റെ മറ്റാവശ്യങ്ങൾക്ക് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, എനിക്ക് കുറേ യാത്ര പോകണമെന്നുണ്ട്. യാത്ര ഒരുപാട് ഇഷ്ടമുള്ള ആളൊന്നും അല്ല ഞാൻ. പക്ഷേ സിനിമയ്ക്ക് വേണ്ടി മാത്രം യാത്ര ചെയ്തിട്ടുള്ളൂ ഇതുവരെ. അല്ലാതെ കുടുംബമൊത്ത് യാത്ര ചെയ്യണമെന്നുണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പേടിയൊന്നുമില്ല കേട്ടോ. അതിനൊരിക്കലും എൻ്റെ അച്ഛനും അമ്മയൊന്നും വിടുന്നു തോന്നുന്നില്ല. പക്ഷെ അങ്ങനെ കുറേ എക്സ്പീരിയൻസ്, കുറേ ജീവിതത്തിൽ നമ്മൾ അറിയാത്ത കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട് എനിക്ക്. അപ്പം അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ഓരോന്നും ആലോചിക്കും, എന്താ ഇനി എനിക്ക് ചെയ്യാൻ പറ്റുക, ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇത്ര ദിവസം എനിക്ക് ഒഴിവുണ്ട്, എനിക്ക് ആ സമയം എന്ത് ചെയ്യാൻ പറ്റും. വെറുതെ ഇരിക്കുക എന്നുള്ളതൊന്നും നമ്മുടെ ഇതിലില്ലാത്തത്. വീട്ടിലാണെങ്കിലും ഫുൾ എൻഗേജ്ഡ് ആയിരിക്കും എപ്പോഴും.